ആട് 3 റിലീസ് മാറ്റുമോ ഇല്ലയോ? ലാലേട്ടനും നിവിൻ പോളിയും ഒന്നിക്കുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമ വരുന്നു. ബബ്ബബ്ബ, സർവമായ, കളങ്കാവൽ, ദുരന്തർ, അവതാർ 3 എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി നാദിർഷ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മാജിക് മഷ്റൂം. വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി, ജാഫർ ഇടുക്കി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മാജിക് മഷ്റൂമിന്റെ ഒരു ഒഫീഷ്യൽ ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കോമഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഒരുക്കിയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് മാജിക് മഷ്റൂം എന്ന് സൂചന നൽകുന്ന ഒരു ടീസറാണ് പുറത്തു വന്നിട്ടുള്ളത്. വരുന്ന ജനുവരി 23 ചിത്രം റിലീസിനെത്തും. മലയാളത്തിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പ്രേക്ഷകരിൽ നിന്നും ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും തിയേറ്ററുകളിൽ വലിയൊരു വിജയവുമായി മാറിയ എക്കോ എന്ന സന്ദീപ് പ്രദീപ് ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് എക്കോയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജനുവരി 1 നെറ്റ്ഫ്ലിക്സിലൂടെ എക്കോ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം അൽഫോൺസ് പുത്രൻ വീണ്ടും നിവിൻ പോളിയെ നായകനാക്കി പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ അൽഫോൺസ് പുത്രൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അൽഫോൺസ് തന്റെ സ്ഥിരം സിനിമാ സ്റ്റൈലിൽ നിന്നും മാറി ഒരു കൊമേഴ്സ്യൽ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ ഒരുക്കുന്നതെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ടിൽ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് സർവമായ. പ്രേക്ഷകരിൽ നിന്നും ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ സർവമായയുടെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിത്രത്തിന്റെ ആദ്യ ദിനം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം 3,50,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 40,00,000 രൂപയും, ഓവർസീസിൽ നിന്നും 3,05,00,000 രൂപയും സ്വന്തമാക്കിയ സർവമായയുടെ ആദ്യ ദിനം ലോകമെമ്പാടും നിന്നുമുള്ള കളക്ഷൻ 8,10,00,000 രൂപയോളമാണ്. ഇനി രണ്ടാം ദിവസത്തിലേക്ക് വന്നാൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 8,50,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി രൂപയും, ഓവർസീസിൽ നിന്നും 8,20,00,000 രൂപയോളവും സ്വന്തമാക്കിയ സർവമായയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 17,70,00,000 രൂപയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. ഒരു ഗംഭീര തുടക്കം തന്നെ ലഭിച്ചിരിക്കുന്ന സർവമായയുടെ വരും ദിവസങ്ങളിലെ കൃത്യമായ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ബോസ് സംവിധാനം ചെയ്ത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മിണ്ടിയും പറഞ്ഞും എന്ന സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിനം വെറും 9,50,000 രൂപ മാത്രം ലഭ്യമായ ഈ ചിത്രത്തിന് 2 ദിവസങ്ങൾ കൊണ്ട് 15,00,000 രൂപയോളമാണ് കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രീകരണം പൂർത്തിയായിട്ട് ഏറെ നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയതുകൊണ്ടാവണം വളരെ മോശം തുടക്കമാണ് മിണ്ടിയും പറഞ്ഞു എന്ന ഈ സിനിമയ്ക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിൽ നിന്നും കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു റൊമാന്റിക് കോമഡി ചിത്രമാണ് തൂ മേരി മേൻ തേരാ തൂ മേരി. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം മാത്രം 8,46,00,000 രൂപയോളം സ്വന്തമാക്കിയ ഈ ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 16,35,00,000 രൂപയോളമാണ്. 90 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയ്ക്ക് നിലവിൽ ഒരു ഡീസന്റ് കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. തെലുങ്കിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് ചാമ്പ്യൻ. അനശ്വര രാജന്റെ ആദ്യ തെലുങ്ക് സിനിമയായ ചാമ്പ്യന് മികച്ച അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ ഒരു കാമ്യ വേഷം കൂടി കൈകാര്യം ചെയ്തിരിക്കുന്ന ചാമ്പ്യന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 9,75,00,000 രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ബോളിവുഡിൽ വൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രൺവീർ സിംഗ് സിനിമയാണല്ലോ ദുരന്തർ. ഉറി എന്ന സിനിമയ്ക്ക് ശേഷം ആദിത്യദാർ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന ഈ ചിത്രത്തിന്റെ 21 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 21 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 5,21,00,000 രൂപയും, ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നും 879 കോടി രൂപയും, ഓവർസീസിൽ നിന്നും 217,50,00,000 രൂപയും സ്വന്തമാക്കിയ ദുരന്തറിന്റെ 21 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 106,70,00,000 രൂപയോളമാണ്. ഇതിലൂടെ 2025 ആദ്യത്തെ 1,000 കോടി കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയായി ദുരന്തർ മാറിക്കഴിഞ്ഞു. ദുരന്തറിന്റെ ഈ വമ്പൻ വിജയത്തിന് പിന്നാലെ ഈ ചിത്രത്തിന്റെ 2ാം ഭാഗവും റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. വരുന്ന മാർച്ച് മാസം 19 ദുരന്തർ 2 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒഫീഷ്യലായി തന്നെ മൂവി ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതേസമയം വരുന്ന മാർച്ച് 19 KGF 2 ശേഷം യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന കന്നഡ പാൻ ഇന്ത്യൻ ചിത്രം ടോക്സിക് റിലീസിനെത്തുന്നത്. അതിനാൽ തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ ക്ലാഷ് റിലീസിനാവും നമ്മൾ സാക്ഷ്യം വഹിക്കുക. ദുരന്തർ, ടോക്സിക് ഇങ്ങനെ ഒരു ക്ലാഷ് റിലീസ് നടക്കുകയാണെങ്കിൽ ഏത് സിനിമയാവും മികച്ച വിജയം നേടുക? നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ദൃശ്യം 3 എന്ന സിനിമയെ പറ്റി ചില കാര്യങ്ങൾ ജിത്തു ജോസഫ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജിത്തുവിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ താൻ അധികം പ്രതീക്ഷകളൊന്നും നൽകണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും വലിയൊരു പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ ദൃശ്യം 3ക്കായി കാത്തിരിക്കുന്നത്. എങ്കിലും ഈ ചിത്രം 2ാം ഭാഗം പോലെ അത്ര എൻഗേജിംഗ് ആയി നീങ്ങുന്ന സിനിമയല്ല. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പോലെ ഇമോഷണൽ കണ്ടന്റ് കുറച്ച് അധികം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് ദൃശ്യം 3 എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വരുന്ന ജനുവരി 1 ന്യൂ ഇയർ ദിനത്തിൽ ദൃശ്യം 3 ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്.
ലാലേട്ടനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത ഋഷഭ എന്ന ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഋഷഭ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി ഏകദേശം 1 കോടി രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 70 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഋഷഭ ഓൾ ടൈം ഡിസാസ്റ്ററായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ അവതാർ 3 എന്ന ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 7 കോടി രൂപയും ലോകമെമ്പാട് നിന്നും 8 ദിവസങ്ങൾ കൊണ്ട് 5300 കോടി രൂപയോളമാണ് അവതാർ 3ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ദിലീപ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ കഴിഞ്ഞ ഡിസംബർ 18 തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ബബ്ബബ്ബ. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 24 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 9 ദിവസങ്ങൾ കൊണ്ട് 43 കോടി രൂപയുമാണ് ബബ്ബബ്ബ എന്ന ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരനും കരീന കപൂറും പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഹിന്ദി സിനിമയാണ് ദായിറ. ജംഗ്ലി പിക്ചേഴ്സും പെൻ സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ദായിറയുടെ ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറായിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് റാസി, തൽവാർ പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത മേഘ്ന ഗുൽസാർ ആണ്. വരുന്ന മാർച്ച് മാസത്തിൽ ദായിറ റിലീസിനെത്തും. കരം എന്ന പരാജയ സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെയും നിവിൻ പോളിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് വിനീത് അടുത്തതായി സംവിധാനം ചെയ്യുക. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തുടക്കം. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ചിത്രീകരണത്തിൽ നാളെ മുതൽ ലാലേട്ടനും ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ പെരിയാറ്, പാമ്പനാർ, കുട്ടിക്കാനം എന്നീ സ്ഥലങ്ങളിലായാണ് തുടക്കത്തിന്റെ ചിത്രീകരണം നടന്നു വരുന്നത്. ദളപതി വിജയ് നായകനെ വരാനിരിക്കുന്ന ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നാളെ മലേഷ്യയിൽ വെച്ച് നടത്തപ്പെടും. തമിഴിലെ സൂപ്പർ താരങ്ങളും സംവിധായകരും മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാം തന്നെ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് 10 മണിക്കൂറോളം ദൈർഘ്യം ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ വരുന്ന ജനുവരി 4-ാം തീയതിയാണ് സി തമിഴിലൂടെ TV പ്രീമിയർ ചെയ്യുക. അക്ഷയ് കുമാറിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ കോമഡി സിനിമയാണ് ഭൂത് ബംഗ്ല. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്ന ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ദിനത്തിൽ പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ജയസൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആട് 3. ജയസൂര്യക്കൊപ്പം വിനായകൻ, സൈജു കുറുപ്പ്, ധർമ്മജൻ, വിജയബാബു തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ആട് 3യുടെ ഷൂട്ടിനിടയിൽ കഴിഞ്ഞ ദിവസം വിനായകൻ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ ആട് 3യുടെ റിലീസ് മാറ്റുമോ എന്ന് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ മൂവി ടീമുമായി നമ്മൾ നേരിട്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നിലവിൽ ഇതുവരെ റിലീസ് മാറ്റുന്നതിനെ പറ്റി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നും മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ വരുന്ന മാർച്ച് മാസം 19-ന് തന്നെ ആട് 3 റിലീസിന് എത്തുമെന്നുമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ നിന്നും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ സിനിമയാണല്ലോ ചത്താപ്പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താപ്പച്ചയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു കാമിയവേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ചിത്രത്തിൽ നിന്നും വിശാഖ് നായർ അവതരിപ്പിക്കുന്ന ചെറിയാൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. വരുന്ന ജനുവരി മാസത്തിൽ ചത്താപ്പച്ച തിയേറ്ററുകളിലേക്ക് എത്തും.